Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ചെറിയൊരു പാരഗ്രാഫും കൂടി എടുക്കാനുണ്ടല്ലേ നമുക്ക്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ആയിട്ട് വരുന്നു. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇന്നിപ്പോ പിന്നെ കുഴപ്പമില്ല, എന്നാലും ചുമയും ഒക്കെ ഉണ്ട്. അപ്പോ നമുക്ക് നോക്കാം. നീഡ് ഓഫ് എ നെറ്റ്വർക്ക് ഇൻ HIS. അതിന്റെ ഒരു ഫസ്റ്റ് പാരഗ്രാഫാണ് നമ്മൾ ഇങ്ങനെ കണ്ടത്. ഇനി ഒരു രണ്ട് പാരഗ്രാഫും കൂടി ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Even with the need to control cost, HIS providers are still expected to fund network growth as more and more devices are connected to via the wired and wireless network. Although higher performance and lower cost of ownership may be conflicting goals, hospital find HIS exceed performance and cost expectations, but they can do so while providing a more secure and flexible. ആ പാരഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ പ്രൊവൈഡേഴ്സ് ഉണ്ടാവുമല്ലോ. ആ പ്രൊവൈഡേഴ്സ് ഇന്നും ആഗ്രഹിക്കുന്നത് എന്താണ്? നെറ്റ്വർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്കണമെന്നാണ്. നെറ്റ്വർക്കിംഗ് സിസ്റ്റങ്ങള് നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടും അതുപോലെ പരമാവധി കോസ്റ്റ് കുറച്ചുകൊണ്ട് നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട്, നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫാസ്റ്റ് ആക്കാനായിട്ടും അതുപോലെ കോസ്റ്റ് കുറച്ചുകൊണ്ടും നല്ല രീതിയിൽ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കം അല്ലെ. തർക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ്, എങ്ങനെയാണ് അങ്ങനെ തർക്കങ്ങൾ വരുന്നത്? നമ്മള് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കൂടുന്നുണ്ട് അല്ലെ. പെർഫോമൻസ് നെറ്റ്വർക്കിലൂടെ നല്ല രീതിയിൽ പെർഫോമൻസ് ആളുകൾക്ക് കൊടുക്കുന്ന സർവീസുകൾ ഇംപ്രൂവ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കോസ്റ്റ് ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട് ഇല്ലേ. ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോ പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ പറ്റും ഇല്ല. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് പെർഫോമൻസ് കൂട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് കൂടും, കോസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് കുറവാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നല്ലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി എന്താണ്? ഹോസ്പിറ്റലുകളിൽ ഉള്ള HIS സിസ്റ്റം അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പെർഫോമൻസ് എക്സീഡ് ചെയ്യിക്കാനായിട്ടും നല്ല രീതിയിൽ പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ടും അത് എക്സീഡ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കാനായിട്ടും കോസ്റ്റിനെ മാനേജ് ചെയ്യാനും സെക്യൂരിറ്റി ഫ്ലെക്സിബിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അത്രയുള്ള ആ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിലെ പെർഫോമൻസ് എക്സീഡ് ചെയ്യിപ്പിക്കാനായിട്ടും കോസ്റ്റ് കുറയ്ക്കാനായിട്ടും, കോസ്റ്റ് കുറച്ചത് നല്ല രീതിയിൽ അവരുള്ള പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യാനായിട്ടും അതുപോലെ എന്താണ് സെക്യൂർ ആയിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടും നല്ല രീതിയിൽ പെർഫോമൻസ് നടത്താനായിട്ട് സഹായിക്കുന്നത് ഹോസ്പിറ്റലിലെ HIS ആണ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ that can be scaled to meet growing connectivity demands depending on the size and function of the institution. Hospital network architecture can vary significantly in complexity and scope.
Although the basic architecture for the hospital network is similar to the architecture of other campus network responsible to dynamic change in improved patient care and cost control requires significantly more planning and strategy than the previously required. എത്രയും വരെ നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് ക്യാൻ scale to meet growing connectivity demand, depending on the size and the functions of institution. Hospital network architecture can vary significantly in complexity and scope. അല്ലെ, ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണ് കൂടുതലും ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കൂടുതൽ നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പോ ഓരോ സിസ്റ്റം റേഡിയോളജിയില് എന്താണ് റേഡിയോളജിയിലുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾ ആയിരിക്കാം, ലബോറട്ടറിയിലെ മൊഡ്യൂള്, അങ്ങനെ പല പല മൊഡ്യൂൾസ് നെറ്റ്വർക്ക് സിസ്റ്റങ്ങളുണ്ട്. അതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ആ ഹോസ്പിറ്റലിലെ മുഴുവനായിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ സിസ്റ്റം ആയിട്ട് അവിടേക്കാണ് കണക്ട് ചെയ്യുന്നത് അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി. ഓക്കെ, അതിനെയാണ് നമ്മൾ HIS എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ എല്ലാ കമ്പ്യൂട്ടറും കൂടി കണക്ട് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ഇതിനുള്ളത്, ഹോസ്പിറ്റലുകൾക്കുള്ളത്. ഹോസ്പിറ്റലിന്റെ സൈസ്, അവിടുത്തെ ഫംഗ്ഷൻ അനുസരിച്ച് നെറ്റ്വർക്ക് ചിലപ്പോൾ സിമ്പിൾ ആവാം. ഓക്കെ, ചിലപ്പോൾ സിമ്പിൾ ആവാം. അവിടുത്തെ ചെറിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ എന്താണ് ചെറിയ രീതിയിലായിരിക്കും നടക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് സിമ്പിൾ ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിലോ കോംപ്ലക്സ് ആവാം അല്ലെ, വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പെർഫോമൻസ്, അതുപോലെ വലിയ രീതിയിലുള്ള ഫംഗ്ഷനുകൾ. അങ്ങനെ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ എന്താണ് അവിടുത്തെ രീതികൾ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു കോംപ്ലക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സിമ്പിളും ആവാം, അതുപോലെ തന്നെ എന്താവാം ചിലപ്പോൾ കോംപ്ലക്സും ആവാം. ഇനി ഇപ്പൊ വലിയ വലിയ ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള നെറ്റ്വർക്ക് സംവിധാനങ്ങൾ. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകൾക്കും ഇങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കുന്നത്. വലിയ രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് HIS ഓരോ ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള HIS ഉള്ളത് ഹോസ്പിറ്റലുകളില്? പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണം ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ടും അതുപോലെ കോസ്റ്റ് മാനേജ്മെന്റിനുമായിട്ടാണ് HIS ഓരോ ഹോസ്പിറ്റലിലും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താ പറയുന്നത്? ലാസ്റ്റ് ഒരു സെന്റൻസ് നോക്കിയേ. HIS network demand greater flexibility supporting a wider range of medical devices and applications, including EMR, PACS, collaboration, handled devices, wireless patient monitoring, and other services. As more wired and wireless services are used and the network must support patient care, and efficient network is no longer luxury, it is a necessity. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം എന്താണ് HIS നെറ്റ്വർക്ക് ഇതൊക്കെയാണ് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. EMR എന്താണ്? EMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. അതുപോലെ PACS അതെന്താണെന്ന് അറിയാം? അതിന്റെ ഫുൾ ഫോം PACS എന്ന് പറഞ്ഞാല് ഫുൾ ഫോം അറിയോ? അറിയാത്തവരെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഇല്ല, ഓക്കെ. PACS എന്ന് പറഞ്ഞാല് പിക്ചർ ആർക്കൈവിംഗ് സ്പെല്ലിംഗ് പറയാം. ARCHIVING. കമന്റ് കേട്ടോ മിസ്. Picture archiving and communication.
Picture archiving and communication. Communication system. And type picture archiving and communication system. Adana PACS full form ആയിട്ട് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. one line ഉള്ളൂ ട്ടോ. It is a medical imaging technology. It is a medical imaging technology that enables the digital storage, comma, retrieval, 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 and distribution of medical images. Distribution of medical images. Okay, on the video വായിക്കാം. PACS, Picture Archiving and Communication System. It is a medical imaging technology that enables the digital storage retrieval and distribution of medical images. Okay, കിട്ടിയോ എല്ലാവർക്കും? ഇതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇമേജിംഗ് ടെക്നോളജി ആണ് അല്ലെ, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആണ്. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും അതുപോലെ അത് തിരിച്ചെടുക്കാനായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ടും ഉപയോഗിക്കുന്ന മെഡിക്കൽ ഇമേജസുകള് റിട്രീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ടും ഉപയോഗിക്കുന്ന ഒരു ഇമേജിംഗ് ടെക്നോളജി ആണ് ഇതെന്ന് പറയുന്നത് PACS ട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കൊളാബറേഷൻ, ഹാൻഡിൽഡ് ഡിവൈസസ്, വയർലെസ് പേഷ്യന്റ് മോണിറ്ററിങ്. അപ്പോ ഇതൊക്കെ വൈവിധ്യമാർന്ന ഒരു മെഡിക്കൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ അപ്ലിക്കേഷനുകളെയും പിന്തുണയ്ക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ പറഞ്ഞു EMR, PACS, അതുപോലെ ഹാൻഡിൽഡ് ഡിവൈസസ്, അതുപോലെ കുറെ മറ്റധികം സർവീസസുകൾ, ഇതൊക്കെ പിന്തുണയ്ക്കാനായിട്ടും ഉള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് HIS എന്ന് പറയുന്നത് അല്ലെ. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എങ്ങനെയാണ്? HIS വഴിയാണ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ HIS എന്ന് പറയുന്നത് എന്താണ്? ഒരു ആഡംബരമല്ല, ഒരു ആവശ്യമായിട്ട്, ലക്ഷറി അല്ല എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? സപ്പോർട്ട് ചെയ്യാനായിട്ട്, പേഷ്യൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതൊരു ആവശ്യമാണ്, എല്ലാ ഹോസ്പിറ്റലിന്റെയും ഒരു നെസസിറ്റി ആണ് എന്ന് പറയുന്നത്. അതിന് നെസസറി ആയിട്ട് വേണ്ട കാര്യമാണ് HIS എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ടെക്നോളജി ബേസ്ഡ് ആണ് നടക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഓരോ ഹോസ്പിറ്റലിലെ പ്രവർത്തനം നല്ല രീതിയിൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടും അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എറേഴ്സ് ഇല്ലാതെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നത് ആരാണ്? HIS-ലൂടെയാണ്. ക്ലിയർ ആയോ? അത്രയും ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അതാണ് കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് നമ്മള് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ
ഡാറ്റാബേസ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അണ്ടർലൈൻ ചെയ്ത് വെക്കാനായിട്ട്. ഡാറ്റാബേസ് ഈസ് ദ ഹാർട്ട് ഓഫ് ദി HIS. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ മിസ്. ഇനി അതുപോലെ തന്നെ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പോയിന്റ്സുകള് HIS ടൂൾ എന്ന നിലയിൽ എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യുന്നത് ആ ടൂള്. അതുപോലെ തന്നെ ആ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെക്കണം. അതുപോലെ റിപ്പോർട്ടുകൾ കേട്ടോ, ബ്ലഡ് ബാങ്കിന്റെ റിപ്പോർട്ടുകള്, ഫങ്ഷൻസ്, ഇതൊക്കെ ഒന്ന് പഠിക്കാം. അതുപോലെ എക്സ്പാൻഡഡ് ഫോം ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. MRI, CT, ECG, EMG എന്നൊക്കെ ഉള്ളത് കേട്ടോ. ബാക്കി റേഡിയോളജിയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ ഈ പോയിന്റ്സുകളൊന്ന് നോക്കാം. അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ ഈ റെക്കോർഡുകള് HIS-ല് കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ജനറേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സുകൾ കേട്ടോ. അതൊന്ന് നോക്കണേ. HIS-ലെ മെയിൻ റിപ്പോർട്ട്സ്, ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സുകൾ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓരോ ലൈനൊന്ന് വായിച്ചു വെക്കാം. ഒക്കെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് തന്നെയാണ് അത് നമുക്ക്. അതുപോലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ 2 തരത്തിൽ പറയുന്നുണ്ടല്ലേ പേര്. ഓക്കെ, അതും കൂടി ഒന്ന് നോക്കി വെക്കണം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഓൾസോ നോൺ ആസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം. അതുപോലെ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ, എ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആൻ element of health informatics that focus mainly on the administrational needs of hospital. അതൊന്ന് നോക്കി വെക്കാം. ഇത്രയും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ബാക്കിയുള്ള പാരഗ്രാഫുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പേഷ്യന്റ് രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ കേസസ് IPD OPD. ഓക്കെ, അതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിനകത്ത് നോക്കാനുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ 6th മൊഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മിസ് എടുക്കുന്ന രണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മിസ് എടുക്കുന്നത് 7th മൊഡ്യൂളിലെ 3rd ചാപ്റ്റർ ആണ് കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ. പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ലാസ്റ്റ് വണ്ണോ? മിനിറ്റ്. പാരഗ്രാഫാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്. നെറ്റ്വർക്കുകളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഫാസ്റ്റ് ആയിരിക്കണം, ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, പരമാവധി കോസ്റ്റ് കുറച്ചുകൊണ്ട് നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നുണ്ട്. പരമാവധി കോസ്റ്റ് കുറച്ചുകൊണ്ട് നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തർക്കം അവിടെ ഉടലെടുക്കുന്നുണ്ട്. എന്താണ് ആ തർക്കം എന്ന് പറഞ്ഞാല്, പെർഫോമൻസ് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ഇല്ലേ?
നല്ല രീതിയിൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കൂടും. ഇനി കോസ്റ്റ് കുറച്ചുകൊണ്ട് അവിടുത്തെ പെർഫോമൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിലോ കോസ്റ്റ് എത്രയാണോ കുറയ്ക്കുന്നത് അത്രത്തോളം ആ പെർഫോമൻസ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവില്ല അല്ലെ. കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ എന്താണ് നല്ല വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റത്തിനൊക്കെ എന്താണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും ഇല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫോമൻസും അതുപോലെ തന്നെ കുറയാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് അവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഹോസ്പിറ്റലുകളില് HIS എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടുത്തെ പെർഫോമൻസ് എക്സീഡ് ചെയ്യിപ്പിക്കാനും അതുപോലെ കോസ്റ്റ് മാനേജ് ചെയ്യാനും സെക്യൂരിറ്റി ഫ്ലെക്സിബിലിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ഹോസ്പിറ്റലുകളില് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യണം അല്ലെ. അതിനു വേണ്ടിയിട്ട് കൂടുതൽ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്ത് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവിടുത്തെ എല്ലാ സിസ്റ്റങ്ങളെയും കണക്ട് ആക്കിയിട്ട് ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനമാണ്. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം അല്ലെ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങള് അല്ലെങ്കിൽ ആ സിസ്റ്റങ്ങൾ ഓരോ മൊഡ്യൂൾസുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രിൻസിപ്പൽ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് HIS എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഓരോ ഹോസ്പിറ്റലിലും ഉള്ളത്. അപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സൈസ് അല്ലെങ്കിൽ അവിടുത്തെ ഫങ്ഷൻ അനുസരിച്ച് നെറ്റ്വർക്കുകൾ ചിലപ്പോൾ സിമ്പിൾ ആവാം അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം. ഉദ്ദേശിക്കുന്നത് ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും ലോ ലെവല് അല്ലെങ്കിൽ ചെറുതായിട്ടാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ സിമ്പിൾ ആവാം. ഇനി വലിയ രീതിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലോ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെ. പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പല വലിയ രീതിയിലുള്ള പെർഫോമൻസ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. ഓപ്പറേഷൻസുകളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ ഫങ്ഷൻ സൈസ് അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. അങ്ങനെ ഇപ്പൊ നമ്മള് വലിയ 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 ക്യാമ്പസുകളിലൊക്കെ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു സംവിധാനം അല്ലെ. ഹോസ്പിറ്റലിന്റെ ഒരു HIS സംവിധാനം എന്ന് പറയുന്നത് ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിജിറ്റലി ആണ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ പല സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലത്ത്. അപ്പോ അതിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റലി ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോസ്റ്റ് കുറഞ്ഞ് അതുപോലെ തന്നെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ടൈം സേവ് ചെയ്തുകൊണ്ട് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു നിങ്ങള്? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ബാക്കി പറഞ്ഞ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇനി 7th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 3 കേട്ടോ. 3rd വൺ, ക്വാളിറ്റി മാനേജ്മെന്റ്, ഡെഫിനിഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ട് വരുന്നത്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. പേജ് നമ്പർ ഇല്ല, 59. ഓക്കെ, അപ്പൊ എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡിപ്ലോമയില്. അല്ലത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഓർക്കുന്നില്ലേ? ഡിപ്ലോമയില് പഠിച്ചത് ഓർക്കുന്നില്ലേ? ക്വാളിറ്റി മാനേജ്മെന്റ് 32 ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഒന്നും ഓർമ്മയില്ലേ? എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നതല്ലേ? ഗുഡ് സംതിങ്. ഓക്കെ, ചെറുതായിട്ടൊക്കെ ഓർക്കുന്നുണ്ടല്ലേ? ഗുണനിലവാരമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. പാരഗ്രാഫ് ഒന്ന് നോക്കാം കേട്ടോ. A hospital system with multiple locations and a department is a dynamic organization which has to contend with the numerous internal and external factors. ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് മൾട്ടിപ്പിൾ ലൊക്കേഷൻ, മീൻസ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ അല്ലെ? ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻ ആശുപത്രി സംവിധാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാപനത്തിന് അകത്തും പുറത്തും, ഇന്റേണലി ആവാം എക്സ്റ്റേണലി ആവാം അല്ലെ? ഇന്റേണലും എക്സ്റ്റേണലിയും നിന്നുള്ള, അകത്തും പുറത്തു നിന്നുമുള്ള നിരവധി ചലഞ്ചസിനെ നേരിടുന്ന ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഹോസ്പിറ്റലിൽ എന്താണ്? ഇന്റേണലിയും എക്സ്റ്റേണലിയും ഉള്ള ഫാക്ടേഴ്സ് അല്ലെ? ഇന്റേണലിയും ഉണ്ട് എക്സ്റ്റേണലിയും ഉള്ള ഒരു നിരവധി ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിന് ഇന്റേണലി അകത്ത് നിന്നും പുറത്ത് നിന്നും നിരവധി ചലഞ്ചസ് നേരിടുന്ന ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ പറയുന്നത് ഹോസ്പിറ്റൽ എന്ന്. മനസ്സിലായോ? ഓക്കെ, ഇന്റേണലി എക്സ്റ്റേണലി ചലഞ്ചസുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഓർത്ത് നോക്കുക, ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? അകത്തും അതുപോലെ തന്നെ പുറത്തും കുറെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നതാണ് ഇത് ഈ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഗുഡ് ക്വാളിറ്റി ആൻഡ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് പേഷ്യന്റ് കെയർ ടോളറേറ്റ് ടു ദ actual need of patient is focus must be on continuous quality improvement. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് രോഗിയുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് നല്ല ഗുണനിലവാരമുള്ളതും ഫലപ്രദവും കാര്യക്ഷമവുമായ രോഗി പരിചരണം നൽകുന്നതിന് തുടർച്ചയായ ഗുണനിലവാരം മെച്ചപ്പെടുത്തലാണ് ഈ ഹോസ്പിറ്റൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗിക്ക് നല്ല രീതിയിൽ പരിചരണം കൊടുക്കുന്ന ഒരു ഇതിനെയാണ്, രോഗിക്ക് നല്ല രീതിയിൽ പരിചരണം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റലുകളിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്.
ഓക്കെ, ആ കാര്യത്തിലാണ് ഹോസ്പിറ്റലുകള് കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രോഗിയുടെ യഥാർത്ഥ ആവശ്യങ്ങൾ, രോഗിയുടെ റിക്വയർമെന്റ്സ്, രോഗിയുടെ നീഡ്സിനനുസരിച്ച് കൊണ്ട് രോഗികൾക്ക് എന്ത് കൊടുക്കണം? ഫലപ്രദമായിട്ടും ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും രോഗി പരിചരണം കൊടുക്കുന്ന കാര്യത്തിലാണ് ഹോസ്പിറ്റലുകള് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് മൂന്നാമത്തെ പോയിന്റ്? Therefore, the smart and transparent quality management system for employees and stakeholders is necessary, which is widely accepted in the organization. എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? അതിനാൽ ജീവനക്കാർക്കും പങ്കാളികൾക്കും വേണ്ടിയുള്ള ഒരു സമർത്ഥവും സുതാര്യവുമായ ഗുണനിലവാര മാനേജ്മെന്റ് സംവിധാനം ആവശ്യമാണ് അല്ലെ. രണ്ടുപേർക്കും അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കായാലും നല്ല രീതിയിൽ ഗുണനിലവാരമുള്ള ഒരു മാനേജ്മെന്റ് സംവിധാനം ആവശ്യമാണ് അല്ലെ ഹോസ്പിറ്റലുകൾക്ക്. ഓക്കെ, ഹോസ്പിറ്റലുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ്, ക്വാളിറ്റി പ്രദാനം ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആവശ്യമാണ്. അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെ വർക്ക് ചെയ്യുന്ന രോഗികൾക്കായാലും അത് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടിയും പറയാം. ഫസ്റ്റ് സെന്റൻസിൽ എന്താ പറഞ്ഞത്? A hospital with the multiple location and department is dynamic organization which has to contain the numerous and internal and external factors. ആശുപത്രി എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ലൊക്കേഷൻ ആണ് അല്ലെ. ഓക്കെ, അങ്ങനെ ഉള്ളൊരു സ്ഥാപനത്തിന് അകത്തും പുറത്തുമായിട്ട് കുറെ നിരവധി ചലഞ്ചസുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു സ്ഥാപനത്തെയാണ് നമ്മള് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞത്? രോഗിയുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് നല്ല നിലവാരമുള്ളതും ഫലപ്രദവുമായതും കാര്യക്ഷമമായതുമായ രോഗി പരിചരണം നൽകുന്നതിന് തുടർച്ചയായ ഗുണനിലവാര മെച്ചപ്പെടുത്തലാണ് ഈ ഹോസ്പിറ്റലുകള് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? രോഗിയുടെ നീഡ്സിനനുസരിച്ച്, രോഗിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള രോഗി പരിചരണം അല്ലെ, എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള രോഗി പരിചരണം, പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യണം. അതിലാണ് ഹോസ്പിറ്റലുകള് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞത്? Therefore, the smart and transparent quality management system for employee and stakeholders is necessary, which is widely accepted in the organization. Okay, അതിനാൽ ജീവനക്കാർക്കും പങ്കാളികൾക്കും വേണ്ടിയുള്ള ഒരു സമർത്ഥവും സുതാര്യവുമായ ഗുണനിലവാര മാനേജ്മെന്റ് സംവിധാനം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വരുന്നവർക്കും, അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കായാലും നല്ല ക്വാളിറ്റിയോടെ വേണം എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലുകളിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനം വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ട് അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും എല്ലാ കാര്യങ്ങളും എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ എന്ന സ്ഥാപനം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ ആണോ? ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? ഫസ്റ്റ് വൺ നോക്കാം. ക്വാളിറ്റി റെഫേഴ്സ് ടു ഡിഗ്രി ഓഫ് എക്സലൻസ്. അണ്ടർലൈൻ ചെയ്തേ, ക്വാളിറ്റിനെ എന്താ പറയുന്നത്? ഡിഗ്രി ഓഫ് എക്സലൻസ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ പേഴ്സൺ perceive in a particular situation. Underline ചെയ്യാം ട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഗുണനിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നാണ് പറയുന്നത്? ഡിഗ്രി ഓഫ് എക്സലൻസ് ആണ് അല്ലെ, മികവിന്റെ അളവ്. അതിനെയാണ് പറയുന്നത് ക്വാളിറ്റി എന്ന്. അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഗ്രി ഓഫ് എക്സലൻസ് ആണ്, മികവിന്റെ അളവ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ പേഴ്സൺ പെർസീവ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഇനി എന്താണ്? അത് ഒരു പ്രത്യേക സാഹചര്യത്തില് വ്യക്തി എന്ത് കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട് അല്ലെ. ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോ നമ്മൾ എന്താണ്? ക്വാളിറ്റിയെ കുറിച്ച് എന്താണ് വേർഡ്സ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഓർമ്മയുണ്ടോ? ക്വാളിറ്റി മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? നമ്മൾ കൊടുക്കുന്ന ആ പൈസക്ക് എന്താണ് ആ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അതിന്റെ വാല്യൂ നോക്കാറുണ്ട്. അതുപോലെ അതിന്റെ എന്താണ് ബ്യൂട്ടിഫുൾ ആണോ എന്ന് നോക്കാറുണ്ട്, അട്രാക്റ്റീവ് ആണോ അല്ലെ. അതുപോലെ തന്നെ ഡ്യൂറബിൾ, ലോങ് ലാസ്റ്റിംഗ് ആണോ അല്ലെ. അതുപോലെ തന്നെ എന്താണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതാണോ, ഹെൽത്തി ആണോ, ആരോഗ്യമുള്ളതാണോ എന്നൊക്കെ നമ്മള് ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, അറിയാത്തവരെ ജസ്റ്റ് ഒന്ന് ക്വാളിറ്റി മാനേജ്മെന്റ് ടെക്സ്റ്റ് എടുത്തൊന്ന് നോക്കാം കേട്ടോ. അങ്ങനെ പല വിധത്തില് നമ്മുടെ എന്താണ് ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തില് വ്യക്തി എന്ത് കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോ അതിനകത്ത് നമ്മൾ എന്താ കാണുന്നത്? ചിലപ്പോ അങ്ങനെ ആയിരിക്കും, നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ നല്ല റാപ്പിംഗ് ആണ്, അതിന്റെ പാക്കേജിങ് നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ആ പ്രൊഡക്റ്റിൽ കാണുന്നത്, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. ആണോ? ആണ് അല്ലെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്രഷ് ആണെങ്കിൽ, ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിൽ എന്താണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ആ പൈസക്ക്, ആ ക്യാഷിന് അതുണ്ട്, ആ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മളത് പറയാറുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള പിന്നെ എന്താണ് നല്ല ഭംഗിയിൽ കാണാൻ കഴിയുന്നത്, അട്രാക്റ്റീവ് ആണെങ്കിൽ അല്ലെ, ബ്യൂട്ടിഫുൾ ആണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണോ ആ വ്യക്തി ആ പ്രൊഡക്റ്റിൽ കാണുന്നത് അതിനെയാണ് ക്വാളിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഗ്രി ഓഫ് എക്സലൻസ് ആണ്, മികവിന്റെ അളവാണ് ഇവിടെ നമ്മുടെ ക്വാളിറ്റി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്താണ്? സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ, ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? സയന്റിഫിക്കലി സ്പീക്കിംഗ്, the simplest meaning of quality is, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സയന്റിഫിക്കലി എങ്ങനെയാണ് ക്വാളിറ്റിയെ മീനിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് അറിയണം. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the degree of adherence of product or services to the predetermined specifications. ഓക്കെ, ഇവിടെ പറയുന്നത് the degree of adherence of a product or services to the predetermined specification. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഗുണനിലവാരത്തിന്റെ ഏറ്റവും അല്ലെ ലളിതമായിട്ട് നമ്മൾ സിംപ്ലസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു സേവനമോ സർവീസോ മുൻകൂട്ടി നിശ്ചയിച്ച സ്പെസിഫിക്കേഷനുമായിട്ട് അത് പാലിക്കുന്നതിന്റെ അളവ്. ഓക്കെ, സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക്കേഷൻ എന്താണ്?
സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഫീച്ചേഴ്സ് അല്ലെ? ഓക്കെ. അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ എന്താണ്? പ്രത്യേകതകൾ അല്ലെ, അല്ലെങ്കിൽ പ്രത്യേകത, അല്ലെങ്കിൽ പ്രത്യേക നിർദ്ദേശം അല്ലെ. അപ്പൊ അങ്ങനെ നിർദ്ദേശങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പാലിക്കുന്നതിന്റെ അളവ് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സേവനമോ മുൻകൂട്ടി നിശ്ചയിച്ച, പ്രീ ഡിറ്റർമൈൻഡ് എന്ന് പറഞ്ഞാല് മുൻകൂട്ടി നിശ്ചയിച്ച സ്പെസിഫിക്കേഷനുമായിട്ട് അല്ലെ, സവിശേഷം അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പാലിക്കുന്നതിന്റെ അളവ്, മുൻകൂട്ടി നിശ്ചയിച്ച സ്പെസിഫിക്കേഷനുമായി പാലിക്കുന്നതിന്റെ അളവ്, അതിനെയാണ് നമ്മള് സയന്റിഫിക്കലി ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു സേവനമോ മുൻകൂട്ടി നിശ്ചയിച്ച സ്പെസിഫിക്കേഷനുമായി സ്പെസിഫിക്കേഷൻ പാലിക്കുന്നതിന്റെ അളവ്, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് നോക്കിയേ, ദ അമേരിക്കൻ ക്വാളിറ്റി പ്രാക്ടീസ് took place in 1800 as they were modeled by the changes in the dominant production methods like. ഇവിടെ പറയുന്നത് അമേരിക്കൻ ക്വാളിറ്റി പ്രാക്ടീസസ് നിലവിൽ വന്നത് 1800 കാലഘട്ടത്താണ്. അപ്പൊ 1800കളിലാണ് ഈ അമേരിക്കയുടെ ക്വാളിറ്റി പ്രാക്ടീസസ് നിലവിൽ വന്നത്. അപ്പോ അങ്ങനെ അതിന്റെ ഇവല്യൂഷനാണ് താഴെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവല്യൂഷൻസ് ആണ് താഴെ നമ്മള് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവല്യൂഷൻ എന്താ? ക്വാളിറ്റിയെ കുറിച്ചുള്ള മൂല്യനിർണ്ണയങ്ങൾ കേട്ടോ. ഓക്കെ, പരിണാമങ്ങൾ. ഓക്കെ, വിലയിരുത്തൽ കേട്ടോ. ക്വാളിറ്റിയെ കുറിച്ച് ഓരോരുത്തരുടെയും വിലയിരുത്തലാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവല്യൂഷൻസ് ആണ് ഇനി താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോ അമേരിക്കൻ ക്വാളിറ്റി പ്രാക്ടീസസ് നിലവിൽ വന്നത് 1800 കാലഘട്ടത്താണ്. ഇനി അവിടെ തുടങ്ങിയുള്ള ആ ക്വാളിറ്റിയെ കുറിച്ചുള്ള ഇവല്യൂഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ ആണ് ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്താണ്? ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്താണ്? കരകൗശല വൈദഗ്ധ്യം. ഓക്കെ, കരകൗശല വൈദഗ്ധ്യം, ക്രാഫ്റ്റ്മാൻഷിപ്പ്. എന്താണ് അതിൽ പറയുന്നത്? മെയിൻറ്റെയിൻഡ് the form of quality by inspecting the goods before sales. എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? സെയിലിന് മുൻപ് സാധനങ്ങള് പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കുന്നു. അതാണ് അവിടെ പറയുന്നത്. എന്താണ് ക്രാഫ്റ്റ്മാൻഷിപ്പിൽ പറയുന്നത്? maintained the form of quality by inspecting the goods before sale. സെയിലിന് മുൻപ് എങ്ങനെയാണ്? സെയിലിന് മുൻപ് സാധനങ്ങൾ പരിശോധിച്ചിട്ട് ഗുണനിലവാരം ഉറപ്പാക്കുന്നുണ്ട്. അതാണ് ക്രാഫ്റ്റ്മാൻഷിപ്പിൽ ചെയ്യുന്നത്. മനസ്സിലായോ? ഓരോരുത്തരുടെ ഇവല്യൂഷനാണ് കേട്ടോ പറയുന്നത് ക്വാളിറ്റിയെ കുറിച്ച്. അപ്പൊ എങ്ങനെയാണ് ക്രാഫ്റ്റ്മാൻഷിപ്പിൽ? എങ്ങനെയാണ്? സെയിലിന് മുൻപ് അല്ലെ, വിൽപ്പനയ്ക്ക് മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സുകൾ പരിശോധിച്ചുകൊണ്ട്, ഓരോ പ്രൊഡക്റ്റുകളും പരിശോധിച്ചുകൊണ്ട് ഗുണനിലവാരം വിലയിരുത്തുന്നു. മനസ്സിലായോ? ഇനി എന്താണ് പറയുന്നത്? ദ ഫാക്ടറി സിസ്റ്റത്തിൽ പറയുന്നത് എന്താണ്? ഫാക്ടറി സിസ്റ്റത്തിൽ പറയുന്നത് ദ ക്വാളിറ്റി വാസ് അഷ്വേർഡ് ത്രൂ ദ സ്കിൽ ഓഫ് ലേബറേഴ്സ്, റെഗുലർ ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഫാക്ടറി സിസ്റ്റത്തില് ഈ വിദഗ്ധ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്? വിദഗ്ധ തൊഴിലാളികള് ഓഡിറ്റ്
അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ പരിശോധനകൾ അല്ലെ. അങ്ങനെ പല ഓഡിറ്റുകൾ നടത്തിയിട്ടും പരിശോധിച്ചുകൊണ്ടും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. അപ്പൊ ക്രാഫ്റ്റ്മാൻഷിപ്പിൽ പറഞ്ഞത് സെയിൽ ചെയ്യുന്നതിന് മുൻപ് ചെയ്യുന്നുണ്ട്, ഗുഡ്സുകൾ പരിശോധിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫാക്ടറി സിസ്റ്റത്തിലാകുമ്പോ എന്താണ് വിദഗ്ധ സ്കിൽഡ് ഫ്ലവേഴ്സ് അല്ലെ, വിദഗ്ധമായിട്ടുള്ള തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് ചെയ്തുകൊണ്ടും പല കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടും അല്ലെ, ഇൻസ്പെക്ഷൻ നടത്തിയിട്ടും ഗുണനിലവാരം ഉറപ്പാക്കുന്നു. മനസ്സിലായോ? അത്രയും വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്വാളിറ്റി എന്താണ്, അതുപോലെ ക്രാഫ്റ്റ്മാൻഷിപ്പും ഫാക്ടറി സിസ്റ്റം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓരോന്നും ക്രാഫ്റ്റ്മാൻഷിപ്പിൽ എന്താ പറയുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഫാക്ടറി സിസ്റ്റത്തിൽ പറയുന്നത് എന്താണ്, വിദഗ്ധമായിട്ടുള്ള തൊഴിലാളികള് എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് ചെയ്തും പരിശോധനകൾ നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തും. അയച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആയോ? അയച്ചു നോക്കിയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ടൈലർ സിസ്റ്റം അല്ലെ. ടൈലേഴ്സ് എയിം വാസ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി without increasing the number of skilled craftsmen. He attained this the beginning of the 20th century, marked the addition of process in quality practices. അപ്പൊ എന്താണ് ടൈലർ സിസ്റ്റത്തിൽ പറയുന്നത്? ഈ ടൈലർ സിസ്റ്റത്തിൽ പറയുന്നത് സയന്റിഫിക് മെത്തേഡുകളിലൂടെയാണ്, ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് മെത്തേഡുകളിലൂടെയാണ് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതിന്റെ എയിം എന്താണ്? എയിം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എയിം വാസ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി വിത്തൗട്ട് ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ക്രാഫ്റ്റ്മാൻസ്, സ്കിൽഡ് ക്രാഫ്റ്റ്മാൻ. ഹി അറ്റൈൻഡ് ദിസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഈ വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധരുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ, ഓക്കെ, അവരുടെ ആ ക്രാഫ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരകൗശല വൈദഗ്ധ്യരുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടാണ് ടൈലർ സിസ്റ്റത്തിൽ ലക്ഷ്യമിടുന്നത്. ഓക്കെ, മനസ്സിലായോ? ആ എന്താണ് ഇങ്ങനെയുള്ള ആ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉദ്ദേശിക്കുന്നത് കരകൗശല ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ ചിലപ്പോ എന്താണ് ഈ മിഷനിലൂടെയൊക്കെ അങ്ങനെയുള്ള മിഷനൊക്കെ വഴിയായിട്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടാണ് ടൈലർ സിസ്റ്റം ലക്ഷ്യമിട്ടത്. ഓക്കെ, ടൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫുൾ ഫോം എന്താണ്? ഫെഡറിക് വിൽസോ ടൈലർ കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് ഈ ടൈലർ സിസ്റ്റം കൊണ്ടുവന്നത്. അതിന്റെ പ്രധാനപ്പെട്ട എയിം ഫെഡറിക് വിൽസോ ടൈലർ ആണ്. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ടൈലർ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട്, ഓക്കെ,
ക്രാഫ്റ്റ്മാൻഷിപ്പ് അല്ലെ, വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധരുടെ എണ്ണം കുറച്ച് വർദ്ധിപ്പിക്കാതെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് ലക്ഷ്യമിട്ടു. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. മനസ്സിലായോ? അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഈ പ്രോസസ്സ് ഉടലെടുത്തത് കേട്ടോ. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ, ബിഗിനിങ്ങിൽ. ക്ലിയർ ആണോ ടൈലർ സിസ്റ്റം വരെ? എന്താണ് പറഞ്ഞത്? ഈ ആളുകളുടെ കരകൗശല വിദഗ്ധരുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടാണ് ലക്ഷ്യമിട്ടത്. മനസ്സിലായോ? അപ്പൊ എന്താണ്? ആളുകളുടെ എണ്ണം കുറച്ച്, ആളുകളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന രീതി കുറച്ച് മിഷ്യനിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് ലക്ഷ്യമിട്ടു. മിഷ്യൻ വഴി മിഷനറി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അയാള് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ടാണ് ലക്ഷ്യമിട്ടത്. മനസ്സിലായോ? ഡൗട്ട് വരുന്നോ? ക്ലിയർ ആണോ? ക്രാഫ്റ്റ്മാൻഷിപ്പ്, ഫാക്ടറി സിസ്റ്റം, ടൈലർ സിസ്റ്റം, ഇത്രയും വരെയാണ് എടുത്തത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. താങ്ക് യു.